ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായി തന്നെ ഇരിക്കുന്നു. അപ്പം ഇന്ന് എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന ഒരു പാസ്ത റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമേ അത്യാവശ്യം വലിപ്പമുള്ളൊരു കടായി തന്നെ നമ്മൾ എടുക്കണം. എന്നാലേ നമുക്ക് അത് ഇളക്കിയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. പിങ്ക് സോൾട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ എന്ത് ഉപ്പാണെങ്കിലും സാധാരണ ഉപ്പാണെങ്കിലും ചേർത്താൽ മതി. പിങ്ക് സോൾട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നോർമൽ വാട്ടർ ഒഴിച്ച് ഒന്ന് വാഷ് ചെയ്ത് കളയാം. ആ പശപ്പൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളയണം. അതിനുശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് ഈ സൺഫ്ലവർ ഓയിലിൽ ഒന്ന് റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ എടുക്കുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കുഞ്ഞു മക്കൾക്കൊക്കെ വലിയ പീസ് കടിക്കാൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കാതെ ഇട്ടിട്ട് പോകാറാണ് പതിവ്. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഇനി നമ്മൾ സവോള വഴറ്റിയിട്ടുണ്ട്. എല്ലാം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും പാസ്ത കൂടുതൽ കഴിക്കാനായിരിക്കും ഇഷ്ടം. പിന്നെ ഒരു വെറൈറ്റിക്കും ഒരു ഫ്ലേവർ ചേഞ്ചിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വെജിറ്റബിൾസും പിന്നെ കുറച്ച് ഹെൽത്തിയും കൂടി ആയിക്കോട്ടെ എന്ന് കരുതി നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ടൊമാറ്റോയും സവോളയൊക്കെ നല്ലതുപോലെ വഴറ്റി നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സാധാരണ സോൾട്ടാണ് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു. ഓൾറെഡി നമ്മൾ പാസ്തയിലും ഉപ്പ് ചേർത്തിരുന്നു. ഇനി നമ്മൾക്ക് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ലൊരു കളറൊക്കെ നമ്മൾക്ക് കിട്ടും. പിള്ളേർക്കാണെങ്കിലും കാണുമ്പോൾ കഴിക്കാനൊരു ഇഷ്ടമൊക്കെ തോന്നും. അങ്ങനെ നമ്മൾ കുറച്ച് ടർമറിക് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. അപ്പം അതൊക്കെ ഒന്ന് റോസ് മില്ല് മാറി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് ജസ്റ്റ് ഒന്ന് കുഴഞ്ഞു വരുന്ന ആ ഒരു പരുവം, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി പാസ്ത വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കുഴഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പാസ്തയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിസ്സ പാസ്ത സോസ് എന്ന് പറഞ്ഞ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അത് മേടിക്കാൻ കിട്ടും. അതും നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി, ലെസ് സ്പൈസി ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാം കുറച്ചേ ചേർക്കുന്നുള്ളൂ. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും അവർക്ക് കുറച്ച് സ്പൈസി കൊടുക്കുന്നതായിരിക്കും അവരുടെ വയറിന് നല്ലത്. പിന്നെ കുറച്ച് സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടൊമാറ്റോയുടെ സോസാണ്, അതും ചേർത്ത് കൊടുക്കാം. എല്ലാം വളരെ കുറച്ച് ക്വാണ്ടിറ്റി കൊടുത്താൽ മതി. കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും നല്ലത്. ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.